ഹലോ, നമുക്കിന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി നോക്കിയാലോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്വീറ്റാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനാദ്യം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്ന സമയത്ത് ഷുഗർ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണോ എടുക്കുന്നത് അത്രയും തന്നെ ക്വാണ്ടിറ്റി തന്നെ നമ്മൾ വെള്ളം എടുക്കണം. എക്സാമ്പിൾ 1 കപ്പ് ഷുഗർ ആണെങ്കിൽ അത്രയും തന്നെ വെള്ളം എടുത്ത് കുറച്ച് കാർഡമം ക്രഷ് ചെയ്തതും ലെമൺ ജ്യൂസ് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്യുന്നിടം വരെ തിളപ്പിക്കുക. ഒത്തിരി കുറുകണ്ട ഇത് വെള്ളം. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ടൊരു ബൗളിൽ നമുക്ക് പാൽപ്പൊടി, അതുപോലെ തന്നെ മൈദാപ്പൊടി, കുറച്ച് റവയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം. ആ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് കമ്പൈൻ ആയി കഴിയുമ്പം അതിനകത്ത് നമുക്ക് കുറച്ച് പാലൊഴിച്ച്, ഒത്തിരി പാലൊഴിക്കില്ല, കുറച്ച് പാൽ, ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് ഇതുപോലെ നമുക്ക് നല്ല ബോളാക്കി എടുക്കാം. എന്നിട്ട് അത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി അത് നമുക്ക് ഒരു സൈഡിൽ മാറ്റി വെക്കാം. ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് മേക്ക് ഷുവർ നമ്മൾ ഇത് കുഴയ്ക്കുമ്പോൾ ഒത്തിരി പാൽ ആദ്യമേ ഒഴിക്കരുത്. എന്നു വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ബോൾസ് ആക്കി കഴിയുമ്പോൾ അടുപ്പിൽ നമ്മളൊരു ചെറിയ കടായി വെച്ചിട്ട് എണ്ണ ചെറിയ ചൂടായി വരുമ്പം, ഒത്തിരി ചൂടാകണ്ട, ചെറിയ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏറ്റവും ലോ തീയിൽ വെച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ. പക്ഷേ മീഡിയം തീയിലോ ഹൈ തീയിലോ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഔട്ടർ ഇത് നല്ല ബ്രൗൺ, പക്ഷേ അകം ഇതിൻ്റെ വേഗത്തില്ല. അതുകൊണ്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ അടുപ്പിൽ എപ്പോഴും നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോഴാണല്ലോ ഓരോന്നിടുന്നത്. ഇതിന് എണ്ണ ഒത്തിരി ചൂടാണ്ട് ചെറിയൊരു ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ഒത്തിരി ചൂടുള്ള ഷുഗർ സിറപ്പിലോട്ട് ഒരിക്കലും നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കരുത്. ഫ്രൈ ചെയ്തത് ഒരു വാം ആയിട്ട് ചെറിയ ലൈറ്റ് ചൂടുള്ളൂ അങ്ങനെയുള്ള ഇതിലോട്ട് നമ്മൾ ഈ ഓരോ ബോൾസും ഇട്ട് കൊടുത്ത് ഇത് നമുക്കൊരു 2 hours അതിനകത്ത് സോക്ക് ചെയ്ത് വെക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പർ ഗുലാബ് ജാമുൻ റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.